കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റിനെതിരെ സിപിഎം പ്രവർത്തകർ ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് അംഗത്തെ ആക്ഷേപിച്ചതായും സിപിഎം ആരോപിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റിന്റെ പകർപ്പ് കത്തിച്ചാണ് സിപിഎം പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബജറ്റിൽ വികസന കാഴ്ചപ്പാടില്ലെന്നും അനിവാര്യമായ മേഖലകളിലേക്ക് ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും പട്ടികജാതി വിഭാഗങ്ങൾക്ക് സാധാരണയുള്ള ഫണ്ട് പോലും വകയിരുത്തിയിട്ടില്ലെന്നും സിപിഎം ആരോപിച്ചു. പക്ഷേ ബജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വരുന്ന പണത്തെ വിനിയോഗിക്കേണ്ട രീതിയാണ് അതിനകത്തുള്ളത്. ഏതേത് മേഖലകളിലാകണം എന്നാണ് അതിനകത്തുള്ള നിർദ്ദേശം. അങ്ങനെ വന്നാൽ ഉൽപാദന മേഖലയിൽ എത്ര വേണം, സേവന മേഖലയിൽ എത്ര വേണം, SC വിഭാഗത്തിൻ്റെതായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ എത്ര വേണം, ഇങ്ങനെയല്ലാതെ ഓരോ പദ്ധതികളും ഈ പറയുന്ന ആപ്പിലൂടെ ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാതെ തട്ടിക്കൂട്ടിയ ബജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു സിപിഎം പ്രവർത്തകർ ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. പട്ടികജാതി വിഭാഗക്കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗം ടി സഹദേവനെ ആക്ഷേപിച്ചെന്നും സിപിഎം ആരോപിച്ചു. ഈ ബഡ്ജറ്റിൽ ചില കാര്യങ്ങളില്ല. കൃഷ്ണപുരം പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജനവിഭാഗങ്ങളിലൊന്നായ പട്ടികജാതി സമുദായത്തിലുണ്ടായ പൈസ നീക്കിവെച്ചിട്ടില്ല. അതിനെതിരെ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട സഹദേവൻ സഖാവ് ചർച്ച ചെയ്യാൻ വർത്തമാനം പറയാൻ എഴുന്നേറ്റപ്പോൾ ജാതി വിവേചനത്തോടുകൂടി ഇതിന്റെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇത് അവതരിപ്പിച്ച ഭരണസമിതി അംഗങ്ങളുമായിട്ടുള്ളവർ ആ സഖാവിനെ വർത്തമാനം പറയാൻ അനുവദിച്ചില്ല, അടിച്ചിരുത്തുക ചെയ്തു. പ്രതിഷേധം സിപിഎം ഏരിയ കമ്മിറ്റി അംഗം S നസീം ഉദ്ഘാടനം ചെയ്തു. M നസീർ അധ്യക്ഷത വഹിച്ചു. ഹൈ റഫീഖ്, H ഹക്കീം, MV ശ്യാം, ടി സഹദേവൻ, ബീന പ്രസാദ്, അനിതാ വാസുദേവൻ, രാജീവ് പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗൗരവമായി തന്നെ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു പോയിട്ടുള്ള റോഡിന്റെ സ്പില്ലോവറാക്കപ്പെട്ട ഏകദേശം 1 കോടിയിലധികം വരുന്ന അല്ലെങ്കിൽ 1.5 കോടിയിലധികം വരുന്ന തുക അതിന്റെ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായി കഴിഞ്ഞു പോയിട്ടുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ സ്പില്ലോവർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ സാധാരണഗതിയിൽ ഫണ്ടെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.